എൻ്റെ പേര് ഫ്രാൻസിസ് ജോസഫ് ജീര. ഞാനൊരു സിനിമാ സംവിധായകനാണ്. തവളയുടെ താന്ന കുട്ടികളുടെ ചിത്രം ഞാൻ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ തിയേറ്ററിലെത്തും. ചെറുപ്പം മുതലേ സിനിമ എന്നുള്ളത് എൻ്റെ പാഷനായിരുന്നു. പക്ഷേ അതിൻ്റെ പുറകെയായിരുന്നു ഞാൻ യാത്ര ചെയ്തിരുന്നത്, സഞ്ചരിച്ചിരുന്നതെന്ന് പറയാം. പക്ഷേ എന്നു മുതലാണ് എൻ്റെ മനസ്സിൽ സിനിമ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5ലോ 6ലോ ഒക്കെ പഠിക്കുമ്പോഴാണ്. അത് കൂടുതൽ ഞാൻ കണ്ടേക്കുന്നത് മറ്റുള്ളവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ആര്, അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി പിന്നെ സിനിമാ നടനാരെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറയും. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടിരുന്ന വ്യക്തി എന്ന് വെച്ചാൽ ബാബു തന്നെയാണ്. പുള്ളിക്കാരൻ്റെ സിനിമകളാണ് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു 5ലൊക്കെ പഠിക്കുമ്പോൾ തന്നെ ഞാൻ ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോകാൻ തുടങ്ങിയിരുന്നു. 4 രൂപയ്ക്ക് നമുക്ക് ഏറ്റവും മുമ്പിലെ സീറ്റ് കിട്ടും. ആ 4 രൂപ ഉണ്ടാക്കാനുള്ള വീട്ടിൽ അവിടെ ഇവിടെ അമ്മ പിന്നെ ഒളിച്ചും പാത്തും വെക്കുന്ന പൈസ എടുത്തിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ 95 കാലഘട്ടങ്ങളിൽ അന്നാണ് ബാബുവാണിയുടെ ഒരു സിനിമ ഏറെ വരുന്നത്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാവശ്യം തിയേറ്ററിൽ പോയി കണ്ട സിനിമയും ബാബുവാണിയുടെ സിനിമ തന്നെയാണ്. സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സിനിമ. ആ സിനിമ ഞാൻ 7 പ്രാവശ്യം തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. അവിടെ നിന്നാണ് എൻ്റെ ശരിക്കുള്ള സിനിമയോട് ഇഷ്ടം അല്ലെ പാഷൻ തുടങ്ങുന്നത്. ഞാൻ വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് എന്ന സ്ഥലത്താണ്. സിനിമയിലേക്കുള്ള എത്താൻ പറ്റിയൊരു സാഹചര്യമോ അല്ലെ എത്താൻ പറ്റുന്ന രീതിയോ ആയിരുന്നില്ല, അല്ലെ ആ സാഹചര്യം ആയിരുന്നില്ല എനിക്ക്. പിന്നീട് എൻ്റെ 10th കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കാലം ജോലി ചെയ്തു. അതിനുശേഷമാണ് ഞാൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഡിഗ്രി ചെയ്യാൻ പോകുന്നത്. കോയമ്പത്തൂർ പോയി വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഡിഗ്രി കഴിഞ്ഞു. അതിനുശേഷം ഞാൻ എറണാകുളത്ത് വന്ന് അവിടെ നിന്നാണ് കൂടുതൽ സിനിമയെക്കുറിച്ച് അറിയുന്നതും. കൂടുതൽ പിന്നെ കോയമ്പത്തൂർ നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിന്നാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞത്. ഇൻ്റർനാഷണൽ തലത്തിലുള്ള സിനിമകളും മറ്റും എനിക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിച്ചത് അവിടെ നിന്നാണ്. അവിടെ നിന്ന് സിനിമയോടുള്ളൊരു ചിന്താഗതി മാറിയെന്ന് വേണമെങ്കിൽ പറയാം. എറണാകുളത്ത് വന്നതിന് ശേഷം ചെറിയ ചെറിയ സിനിമകളിലും ആർട്സിലൊക്കെ അസിസ്റ്റൻ്റായിട്ട് പിന്നെ കരിയർ തുടങ്ങുകയാണ് ചെയ്തത്. പിന്നെ അതിനുശേഷം ഇടയ്ക്ക് കുറച്ച് കാലം സിനിമയിൽ നിന്നൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു. സ്വന്തമായിട്ടൊരു അഡ്വർടൈസിങ് ഏജൻസിയും മറ്റും പിന്നെ റൺ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് വീണ്ടും നമ്മുടെ പാഷൻ സിനിമയാണല്ലോ. ഒരു പുസ്തകത്തിൽ അബ്ദുൽ കലാമിൻ്റെ വാക്കുകളുണ്ട്, നമുക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവുക, ആ സ്വപ്നങ്ങളുടെ പുറകെ യാത്ര ചെയ്യുക. എനിക്ക് അതിനെക്കാട്ടിയും കൂടുതൽ സ്വപ്നങ്ങൾ എന്നുള്ള വാക്ക് എനിക്കൊന്ന് മാറ്റി പറയാനുണ്ട്. ലക്ഷ്യം ഉണ്ടായിരിക്കുക, ആ ലക്ഷ്യത്തിൻ്റെ പുറകെ യാത്ര ചെയ്യുക. എൻ്റെ ഒരു ലക്ഷ്യം സിനിമയായിരുന്നു. അപ്പോൾ ഞാൻ കപ്പള സിനിമയിൽ അസോസിയേറ്റഡ് വർക്ക് ചെയ്തു. അതിനിടയ്ക്ക് വേറെയും കുറേ സിനിമകൾ എന്നെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്വന്തമായിട്ട് തന്നെ ഒരു സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹം അത് ഏറ്റവും കൂടുതലുണ്ടായത് ആ സമയത്താണ്. ആ സമയത്ത് ഞാൻ അതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങി. ഞാൻ ആദ്യം സിനിമ ചെയ്യാമെന്ന് വെച്ചിരുന്ന കഥ അത് കുറച്ച് ബിഗ് ബഡ്ജറ്റ് ഇതായിരുന്നു. കുറച്ച് പിന്നെ ഫണ്ട് കൂടുതൽ വരുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് കഥ പറഞ്ഞു. അപ്പോൾ ആർട്ടിസ്റ്റ് ഓക്കെ പറഞ്ഞു. പക്ഷേ ആ ആർട്ടിസ്റ്റിന് അന്ന് അത്രയും വലിയൊരു ഫണ്ട് മുടക്കാൻ ആൾക്കാർ തയ്യാറായിരുന്നില്ല. അപ്പം അതിനിടയ്ക്ക് പിന്നെ എനിക്കൊരു തെലുങ്ക് സിനിമയിൽ അസോസിയേറ്റ് ചെയ്യാൻ അവസരം വന്നു. പിന്നെ 1-2 പിന്നെ സിനിമകളിൽ അസോസിയേറ്റ് ചെയ്യുന്നു. എന്നുവെച്ചാൽ ഒരേ ടൈമിൽ 3 സിനിമകളുടെ വർക്ക് നടക്കുകയാണ്. അപ്പം 3ലും ഞാൻ പാർട്ടാണ്. അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത് തുടങ്ങുക, അത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത് തുടങ്ങുക, ഈ രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഒരു പ്രീ പ്രൊഡക്ഷൻ സ്ഥലത്ത് നിന്ന് അടുത്ത ഫിലിമിൻ്റെ പ്രീ പ്രൊഡക്ഷൻ സ്ഥലത്തേക്ക് പോവാണ്. അങ്ങനെ ഒരു യാത്രക്കിടയിൽ എന്നുവെച്ചാൽ എൻ്റെ ഒരു AD എന്നെ അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുവിടാമെന്ന് പറയുന്നു. ശരി, ഞാൻ അവൻ്റെ ബൈക്കിൻ്റെ പുറകെ കയറിയിരുന്ന് യാത്ര ചെയ്യുന്നു. അങ്ങനെ പോകുന്ന വഴിക്കാണ് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്. എന്നുവെച്ചാൽ വേറൊരു കാറ് വന്ന് പുറകിൽ നിന്ന് ഇടിക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് ഞാൻ ഹെൽമെറ്റ് വെച്ചിരുന്നില്ല. ഇരിക്കുമായിരുന്നു, പക്ഷേ ഹെൽമെറ്റ് വെച്ചിരുന്നില്ല. എന്തോ വന്ന് ഇടിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷം എന്താണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഇത് മറ്റുള്ള ആൾക്കാർ എനിക്ക് ഒരു ദിവസത്തേക്ക് പിന്നെ ഒന്നും അറിയത്തില്ല. പിന്നെ ഞാൻ കണ്ണു തുറക്കുന്നത് പിറ്റേ ദിവസം. പിന്നെ അവർ നേരെ അടുത്ത് തന്നെയുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവർ CT സ്കാൻ എടുത്തു. അപ്പം എൻ്റെ തലയിലൊരു ട്യൂമർ ഉണ്ടെന്ന്, ഒരു സിസ്റ്റ് ഉണ്ടെന്ന് അവർ കണ്ടെത്തി. അത് കഴിഞ്ഞിട്ട് അവർ മെഡിക്കൽ ടെസ്റ്റിലേക്ക് റെഫർ ചെയ്തു. അങ്ങനെ മെഡിക്കൽ ടെസ്റ്റിൽ പോയി MRIയും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോഴാണ് അറിയുന്നത് തലയിലൊരു ട്യൂമർ ഉണ്ട്. അത് പിന്നെ കുറച്ച് വലുതാണ് ആക്ച്വലി. പിന്നെ അതൊരു കുറച്ച് സീരിയസും ആണെന്നുള്ള കാര്യം അറിയുന്നത്. ആക്ച്വലി അതിനു മുമ്പ് തന്നെ എൻ്റെ സംസാരത്തിൻ്റെ രീതിയൊക്കെ മാറാൻ തുടങ്ങിയിരുന്നു. പക്ഷേ ഞാനത് നോട്ടീസ് ചെയ്യുന്നില്ലായിരുന്നു. പല ആൾക്കാരും പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ആ സമയത്ത് എൻ്റെ സംസാരം മാറാൻ തുടങ്ങിയിരുന്നു. പിന്നെ നടത്തത്തിലേക്ക് കുറച്ച് വേരിയേഷനൊക്കെ ഉണ്ടായിരുന്നു. ഈ ആക്സിഡൻറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ട്യൂമറാണ്. ട്യൂമറിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംസാരവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറി വരുന്നത്. എന്ന് വെച്ചാൽ ഒരു കള്ളുകൂടിയാൻ സംസാരിക്കുന്ന പോലെ. രാവിലെ 6 മണിക്ക് ഞാൻ പുറത്തിറങ്ങിയാലും ഇത് തന്നെയാണ് അവസ്ഥ. രാത്രി 12 മണിക്ക് പുറത്തിറങ്ങിയാലും ഇത് തന്നെയാണ് അവസ്ഥ. എല്ലാവരും കാണുന്നവരായിരിക്കും ഫുൾ ടൈം അവൻ തണ്ണിയാണ് എന്നുള്ള രീതിയാണ് ആൾക്കാർ പലരും ചോദിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ കഥ പറയാൻ പോകുന്നിടത്ത് പല ആക്ടേഴ്സും ചോദിച്ചിട്ടുണ്ട്, രാവിലെ തന്നെ അടിച്ചിട്ടാണല്ലോ വന്നത്, അല്ലെങ്കിൽ എനിക്ക് പോലീസുകാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, അവർ രാവിലെ തന്നെ അടിച്ചിട്ടാണോ വണ്ടി ഓടിക്കുന്നത്. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും എനിക്ക് വണ്ടി ഓടിക്കാനും കാര്യങ്ങളൊന്നും പറ്റില്ല. എൻ്റെ ലക്ഷ്യം സിനിമ, അത് എത്രയും പെട്ടെന്ന് ചെയ്യുക എന്നുള്ളൊരു ചിന്താഗതി എന്നിൽ വന്നു. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതെന്തായാലും സർജറി വേണം. അപ്പോൾ സർജറി എന്ന് വെച്ച് കഴിഞ്ഞാൽ
95% സക്സസ് ആണ്, പക്ഷേ 5% ഫെയിലറാണ്. ഈ 5%-ലാണ് നീ വരുന്നതെങ്കിൽ നിൻ്റെ 100% അത് നീ സർവൈവ് ചെയ്യത്തുണ്ടാവില്ല. കാരണം എനിക്ക് ട്യൂമർ ഉള്ള സ്ഥലം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ഇപ്പം സെറിബെല്ലം അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥി, അങ്ങനെ അതിൻ്റെയൊക്കെ ഇടയ്ക്കായിരുന്നു എൻ്റെ ട്യൂമർ ഉണ്ടായിരുന്നത്. എന്നിരുന്നാലും എനിക്ക് സിനിമ ചെയ്യണമെന്നുള്ള ആ ലക്ഷ്യം കൊണ്ട് ഞാൻ സർജറി മാറ്റി വെച്ചു. ഇപ്പം 1 വർഷം 2 വർഷം അപ്പോഴത്തേക്കും എനിക്ക് ആ വലിയ സിനിമ പുൾ ഓഫ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്കും ഞാനൊരു ചെറിയ സിനിമ എടുക്കാമെന്നുള്ള തീരുമാനം വന്നു. ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യണം ആദ്യം. എനിക്ക് സർജറിക്ക് ആദ്യം തന്നെ പോയി കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഫെയിലർ ആവുമോ എന്നുള്ളത്, ഫെയിലർ ആവുമെന്നല്ല, ഫെയിലർ ആയാൽ അല്ലെങ്കിൽ എൻ്റെ പേരിലൊരു സിനിമ പോലും ഇറങ്ങില്ലല്ലോ എന്നുള്ളൊരു ചിന്ത എന്നെ ഭയങ്കര അലട്ടിയിരുന്നു. അപ്പോൾ ഞാനൊരു ഡിസിഷൻ എടുത്തു, ഇനി എന്തായാലും ഒരു സിനിമ ചെയ്തിട്ടേ ഞാൻ സർജറിക്ക് പോകുന്നുള്ളൂ. റിസ്ക്കുള്ള തീരുമാനമായിരുന്നു, ആരും സപ്പോർട്ട് ചെയ്തില്ല. പക്ഷേ ഞാൻ അതിനുവേണ്ടി തന്നെ പ്രയത്നിച്ചു. ദൈവാനുഗ്രഹം എന്ന് പറയുന്ന പോലെ ഒരു പ്രൊഡ്യൂസർ എൻ്റെ നമ്പർ തപ്പിയെടുത്ത് എന്നെ വിളിക്കുകയാണ്, എന്നെ സിംഗപ്പൂരിൽ നിന്ന് തന്നെ വിളിക്കുകയാണ്. ഫ്രാൻസിസിനെ ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് വിളിക്കുകയാണ്. അങ്ങനെ നാട്ടിലുണ്ട്, കോഴിക്കോടുകാരനാണ്, അപ്പോൾ അങ്ങനെ നാട്ടിലുണ്ട്, കാണാൻ പറ്റുമെന്ന് ചോദിച്ച് വിളിക്കുകയാണ്. ഞാനിങ്ങനെ പോയി കണ്ടു, പിന്നെ കാഷ്വൽ ടോക്ക്, വെറുതെ ഇങ്ങനെ സംസാരിച്ചു. അത് ഞാനിങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു ഞാനും എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷേ പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ളതല്ല, ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിൽ ഒരു 10-15 ലക്ഷം രൂപ അങ്ങനെ തരാം. ഞാൻ പല ആൾക്കാരുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങിച്ച് ചെയ്യാന്നുള്ള ഇതിലായിരുന്നു. എന്ന് വെച്ചാൽ കുട്ടികളുടെ സിനിമ ആയതുകൊണ്ട് പ്രൊഡ്യൂസറെ കിട്ടാൻ ഭയങ്കര പാടാണ്. അങ്ങനെ ഇദ്ദേഹം പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ബാക്കിയുള്ള ഫ്രണ്ട്സിനോടും എൻ്റെ വീട്ടുകാരോടും ഒക്കെ കുറച്ച് പൈസ വാങ്ങിച്ചിട്ട് സിനിമ അങ്ങോട്ട് നമുക്ക് തന്നെ ഓൺ പ്രൊഡക്ഷനായിട്ട് ചെയ്യാമെന്നുള്ള ചിന്താഗതി വന്നു. അങ്ങനെ പിന്നെ സിനിമയുടെ കഥ ഇങ്ങനെ എന്നെ ഈ പറഞ്ഞ സിംഗപ്പൂരിൽ നിന്നുള്ള റോഷിത്ത് എന്ന പേര്, അപ്പോൾ പുള്ളിയുടെ എന്താ പറയുക, പുള്ളിക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ പുള്ളി പറഞ്ഞു ശരി ഞാൻ ചെയ്യാം. അതിനുശേഷം അങ്ങനെ ഷൂട്ടിൻ്റെ ദിവസം വന്നു. അങ്ങയുടെ വൈഫിനകത്ത് ചെറിയൊരു എന്താ പറയുക, ഒരു ചെറിയൊരു ടീച്ചറിൻ്റെ റോള് ചെയ്യാമെന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ. അങ്ങനെ അവർ വന്നു. അതങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യം പ്രൊഡക്ഷനിൽ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ ആൾ ആ സമയത്ത് ബാക്കൗട്ടായി. അപ്പോൾ എനിക്ക് ഒരാഴ്ച എങ്ങനെയും തള്ളി നീക്കുക എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷെ അതിന് ശേഷം എന്താവും എന്നുള്ള കാര്യം എനിക്കറിയില്ല. ആ സമയത്താണ് പുള്ളി വരുന്നത്. അപ്പോൾ പുള്ളിയോട് കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് പകുതി പ്രൊഡ്യൂസർ ആവാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ശരി, അങ്ങനെയാണ് പുള്ളി വൺ ഓഫ് ദ പ്രൊഡ്യൂസറായിട്ട് വന്നിരിക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ സുഹൃത്തുക്കളിൽ നിന്നും, അല്ലെങ്കിൽ എൻ്റെ ചേട്ടനുണ്ട് ജോൺ പോൾ എന്ന പേര്. അവൻ ആക്ച്വലി വന്നിട്ട് ഒരു റിസ്ക് എടുത്തത് എന്ന് വെച്ചാൽ അവൻ്റെ സ്ഥലം പ്ലഡ് ചെയ്തിട്ട് ലോൺ എടുത്തിട്ടാണ് ബാക്കിയുള്ള ഫണ്ട് അവൻ കണ്ടെത്തിയത്. അത് ഭയങ്കര റിസ്ക്കാണ്. അത് അങ്ങനെ ആരും ചെയ്യരുതെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം പല ബന്ധങ്ങളും നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരുന്നത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ്. അത് കഴിഞ്ഞ് സിനിമ സംഭവിച്ചു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ട്രാജഡി എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെയുണ്ട്. സിനിമയുടെ ഷൂട്ടിൻ്റെ ഇടയ്ക്ക് നമ്മൾ വരുന്ന വഴിക്ക് ഒരു വലിയൊരു ആക്സിഡൻറ്റ്, എന്താ പറയുക, അത് പൊന്നാനി വെച്ചിട്ടായിരുന്നു. ആ സമയത്തും ഒറ്റയിടിയിൽ എൻ്റെ ബോധം പോയി. പക്ഷെ വണ്ടി ടോട്ടൽ ഡാമേജായി. അതുകൂടാതെ ഏറ്റവും എന്നെ ഇപ്പോഴും വിഷമിപ്പിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ സുഹൃത്ത് മരണപ്പെട്ടു ആ ആക്സിഡൻറ്റിൽ. അന്നത്തെ ആ ഒരു യാത്രയുടെ ഇടയ്ക്ക് അങ്ങനെ ഒരു അപകടം സംഭവിച്ചത് എന്നും എൻ്റെ മനസ്സിലത് നിൽക്കും. അതിപ്പം ഒരിക്കലും മാറ്റാൻ പറ്റുന്നതല്ല, ഇതിനെ തിരിച്ചു കൊണ്ടുവരാനും പറ്റുന്നതല്ല. പക്ഷേ എന്നും എൻ്റെ ഓർമ്മകളിൽ എപ്പോഴും ഉണ്ടാവും. എനിക്കെന്തെങ്കിലും ഒരിക്കലും ഒരു നേട്ടം ഉണ്ടെങ്കിൽ അവൻ്റെ എന്താ പറയുക, അമ്മേനെയും ബാക്കിയുള്ളവരെയും സഹായിക്കണം എന്നുള്ള എൻ്റെ ആഗ്രഹം. ഒരു ഇറക്കമായിരുന്നു. ഇറക്കം കഴിഞ്ഞ് എന്തോ കുറുകെ ചാടിയതാണ്. അപ്പോൾ കൺട്രോളിൽ പോയി ഇലക്ട്രിക് പോസ്റ്റിന് ഇടിച്ചു. അത് ഇടിച്ച് തെറിപ്പിച്ച് നേരെ പോയി ഒരു ടാങ്കർ ലോറി കിടപ്പുണ്ടായിരുന്നു. ആ ടാങ്കർ ലോറിയുടെ പുറത്ത് ഇടിച്ച് കയറുകയാണ് ചെയ്തത്. വണ്ടി ടോട്ടൽ ലോസ് ആയിരുന്നു. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ പോലെ. ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് അറിയുന്നത് എനിക്ക് കോവിഡ് അതിൻ്റെ പീക്കിൽ നിൽക്കുന്ന സമയത്തായിരുന്നു. അതും കഴിഞ്ഞു. പിന്നെ ഞാൻ തിരിച്ച് സർവൈവ് ചെയ്തു മെല്ലെ വന്നു. ഒരു വിധത്തിൽ ഞാൻ സിനിമ കംപ്ലീറ്റ് ചെയ്തു. ശരിക്കും ഒന്നും സംസാരിക്കാനോ അതല്ലെങ്കിൽ നടക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയിലാണ് ഞാനിത് കംപ്ലീറ്റ് ചെയ്യുന്നത്. എഡിറ്റിങ്ങും ബാക്കിയുള്ള വർക്കുകൾക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഒരു പനി വന്നു. എഴുന്നേക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരേ കിടപ്പ്. എൻ്റെ ഒരു കസിനുണ്ട്, അവൻ ഡോക്ടറാണ്. അവൻ വന്ന് പറഞ്ഞു ചേട്ടാ ഇങ്ങനെ ഇരിക്കല്ലേ, ഇത് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാമെന്നുള്ള ഇത് വന്നു. ഓൾറെഡി ഞാൻ ശ്രീചിത്രയിൻ്റെ ഇടയ്ക്ക് എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ട് ശ്രീചിത്രയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അന്ന് ഓൾറെഡി അവർ അടുത്ത മാസം തന്നെ സർജറി ചെയ്യാൻ പറഞ്ഞതാണ്. പക്ഷേ ഞാൻ അതുപോലും മാറ്റി വെച്ചിട്ടാണ് സിനിമയുടെ പുറകെ പോയിക്കൊണ്ടിരുന്നത്. അതിൻ്റെ പുറകെയുള്ള ഓട്ടമായിരുന്നു. പക്ഷേ അതൊന്നും ആ വിചാരിച്ച സമയത്തൊന്നും പൂർത്തിയാക്കാൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്നിരുന്നാലും ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. പിന്നീട് ഈ പനിയും കൂടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി എനിക്ക് ഇനി എന്തായാലും മുന്നോട്ട് ഓടാനുള്ള ഊർജ്ജം ഇല്ല, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. അതിൻ്റെ അടുത്ത ആഴ്ച തന്നെ അവർ സർജറി ചെയ്തു. ആക്ച്വലി അത്
ജസ്റ്റ് ഒരു ട്യൂമറാണെന്ന് ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാനും അങ്ങനെ ചിന്തിച്ചിട്ടുള്ളൂ. സർജറിയും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ അവർ ഡിറ്റക്ട് ചെയ്ത പോലെയൊന്നും അല്ലായിരുന്നു ഇത് ഉണ്ടായിരുന്നത്. അവർ ഒരു 4 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞത് എന്നെ ഓപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് മനസ്സിലായത് അതൊരു 11 സെൻറ്റിമീറ്റർ ഒക്കെ ഉണ്ടെന്നുള്ള ഇത് മനസ്സിലായത്. പറഞ്ഞുള്ള അറിവ് കേട്ടോ, മറ്റുള്ളൊരു ചേട്ടന്മാരും അല്ലെങ്കിൽ ഡോക്ടേഴ്സും പിന്നീട് പറഞ്ഞുള്ള അറിവാണ്. പെട്ടെന്ന് എൻ്റെ ശ്വാസം നിലച്ചുപോയി. അപ്പം പിന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സിനിമകളിലൊക്കെ കാണുന്ന പോലെ എല്ലാവരും ഓട്ടവും ഇതൊക്കെ ആയിരുന്നുള്ളതാണ്. പിന്നെ അതിനുശേഷം പിന്നെ ഒരു എന്താ പറയുക 10-20 ദിവസം അവിടുത്തെ ICU തന്നെയായിരുന്നു. പക്ഷേ ഇവർ ട്യൂമറിൻ്റെ ഇത് എടുത്തിട്ട് അവർ ബയോപ്സിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഓപ്പറേഷൻ ചെയ്തപ്പോഴേക്ക് തന്നെ അവർ ഡൗട്ട് പറഞ്ഞു, ഇത് ക്യാൻസറാന്നുള്ള കാര്യത്തിൽ ഡൗട്ട് പറഞ്ഞു. അതിനുശേഷം ബയോപ്സിക്ക് ബാംഗ്ലൂർ നിംഹാൻസിൽ അയച്ചു. ക്യാൻസറാന്നുള്ള ഇത് കൺഫേം ചെയ്തു. അപ്പം അതിനു മുമ്പ് ശ്രീത്രേന്ന് ചെയ്തിരുന്നു ബയോപ്സി. പക്ഷേ എന്നിട്ട് അവർ ഒരു അടുത്തൊരു ഒപ്പീനിയന് വേണ്ടി അയച്ചതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അവർ RCCയിലേക്ക് റെഫറിങ് ലെറ്റർ തന്നു. പിന്നെ RCCയിലായിരുന്നു എൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും റേഡിയേഷൻസും കാര്യങ്ങളും ഒക്കെ RCCയിലായിരുന്നു. എനിക്ക് പേടിയുണ്ടോയെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് അസുഖം വന്നതിനെക്കുറിച്ച് എനിക്ക് ഒരിക്കലും പേടിയുണ്ടായിട്ടില്ല. പക്ഷേ എനിക്ക് പേടിയുണ്ടായിരുന്നു സിനിമ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് പേടിയുണ്ടായിരുന്നു. എനിക്ക് ക്യാൻസർ വന്നുകൊണ്ട് അതല്ലെങ്കിൽ അത് തന്നെ ഇപ്പം എന്താ പറയുക സർവൈവ് ചെയ്തുകൊണ്ട് ഞാൻ പറയാം, നമ്മൾക്കൊരു ദൃഢനിശ്ചയം ഉണ്ടാവണം എനിക്കിതിനെ ബീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. കാരണം ഞാനിപ്പോഴും പിന്നീട് ഞാൻ ക്യാൻസറിൻ്റെ എന്താ പറയുക കുറേ പരസ്യങ്ങൾ കാണുമ്പോൾ എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുന്ന പരസ്യങ്ങളിൽ പോലും കാണിക്കുന്നത്. അങ്ങനെ കാണിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഈ ക്യാൻസറുള്ള പേഷ്യൻറ്റിനും അങ്ങനെ കരയാനേ തോന്നത്തുള്ളൂ. പക്ഷേ അവരെ ഹാപ്പി ആക്കുന്ന രീതിയിൽ പരസ്യങ്ങൾ വരണം എന്ന് വെച്ചാൽ ക്യാൻസറിനെതിരെയുള്ള പ്രിവെൻറ്റ് ചെയ്യുന്നുള്ള ഇത് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. വെച്ചാൽ അത് കഴിഞ്ഞ് പല കോൺക്ലേവുകളും ക്യാൻസറിനെതിരെയുള്ള ഇത്, പക്ഷെ എല്ലാവർക്കും കഥകൾ മാത്രമേ പറയാനുള്ളൂ. പക്ഷെ അതിൽ നിന്ന് മാറി ഇപ്പം നമ്മൾ ചികിത്സിക്കുന്ന ഡോക്ടറെ വിശ്വസിക്കുക, പിന്നെ നമുക്ക് ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവുക. ഇപ്പം ദൈവത്തെ വിശ്വസിക്കുന്നവരാണെങ്കിൽ കുറച്ച് പ്രാർത്ഥനയും കാര്യങ്ങളും ഉണ്ടാവുക. ഇതെല്ലാം കൂടി വന്നു കഴിഞ്ഞാൽ നമുക്കിത് സർവൈവ് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ അനുഭവം. എൻ്റെ അമ്മ ക്യാൻസർ കൊണ്ടാണ് മരിച്ചത് ആക്ച്വലി. അപ്പം അമ്മ അനുഭവിച്ച കാര്യങ്ങൾ, അമ്മയ്ക്ക് വയസ്സായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞിരുന്നു കീമോ ഒന്നും ചെയ്യേണ്ട, ഓൾറെഡി 75 മേലെ ഏജ് ഉണ്ട്, അപ്പോൾ അതൊന്നും അമ്മയുടെ ബോഡി താങ്ങത്തില്ല. അത് 4th സ്റ്റേജിലാണ് നമ്മൾ കണ്ടുപിടിച്ചത്. എന്നുവെച്ചാൽ അത്രയും പീക്കായിരുന്നു. പാൻക്രിയാസസ് ക്യാൻസർ ആയിരുന്നു. അപ്പോൾ അതിനധികം ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഇല്ല. അമ്മയുടെ മരണം ഞാൻ കണ്ടു, ഞാൻ നേരിട്ട് തന്നെ കണ്ടിട്ടുണ്ട്. അപ്പം അമ്മ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എനിക്കറിയാം. ഞാൻ അപ്പോൾ അത് കരുതി തന്നെ ഇരുന്നു. എൻ്റെ ഇത് ജനിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരിക്കലും മരിക്കണം എന്നുള്ള കാര്യം ഉറപ്പുണ്ട്. പക്ഷേ അത് കരഞ്ഞുകൊണ്ടാവരുത് എനിക്കൊരു ചിന്തയുണ്ടായിരുന്നു. അതിനു വേണ്ടി തന്നെയാണ് ആക്ച്വലി ഞാൻ ശ്രമിച്ചത്. അതായിരിക്കാം ക്യാൻസറിനെ ഓവർകം ചെയ്യാൻ എന്നെ സഹായിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും ഇതിനെ ധൈര്യത്തോടെ ഫേസ് ചെയ്യുക എന്നുള്ള കാര്യം ഞാൻ പറയുന്നതും ആ ഒരു കാരണം കൊണ്ടാണ്. റേഡിയേഷൻ കഴിഞ്ഞിട്ട് റേഡിയേഷൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഭയങ്കരമായിട്ടുള്ളത്. ഇപ്പം റേഡിയേഷൻ്റെ സമയത്ത് ഒരു 5 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. ഒരു 10-35 റേഡിയേഷൻ ഉണ്ടായിരുന്നു എനിക്ക്. മൺഡേ ടു ഫ്രൈഡേ ഡെയിലി പോകണം. റേഡിയേഷൻ റൂമിലേക്ക് കയറാൻ വേണ്ടിയിട്ട് 10 മിനിറ്റ് കയറി കഴിഞ്ഞാൽ 10 മിനിറ്റേ ഉള്ളെങ്കിലും കയറാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കണം. അത് ചിലപ്പം 5 മണിക്കൂർ 6 മണിക്കൂർ, ഒരു 12 മണിക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം 5 മണിക്കൊക്കെ ആയിരിക്കും നമ്മൾ തിരിച്ചു വരുന്നത്. സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, പുരുഷന്മാരുണ്ട്, പല കാറ്റഗറിയിലുള്ള ആൾക്കാർ എൻ്റെ ഒപ്പം ഒന്നിച്ച് നിൽക്കുന്നു. അവരോടുള്ള സംസാരങ്ങൾ, ഒരിക്കൽ ക്യാൻസർ വന്നു പോയിട്ട് വീണ്ടും തിരിച്ചു ക്യാൻസർ വന്ന ആൾക്കാർ, അവരും റേഡിയേഷൻ ചെയ്യാൻ വേണ്ടി വരുന്നു. കരച്ചിൽ മാത്രമല്ല, അത് എന്താ പറയുക, അതിനെയൊക്കെ ധൈര്യത്തോടെ ഫേസ് ചെയ്യുന്ന ആൾക്കാരെയും ഞാൻ കണ്ടു. പല മതക്കാരുണ്ട്. അവിടെ അതൊന്നും ഒരു ഇതല്ല, മതമോ ജാതിയോ ഒന്നും നോക്കാത്ത ഒരു സ്ഥലം ഞാൻ കണ്ടേക്കുന്നത് തന്നെ അവിടെയാണ്. റേഡിയേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ സിനിമ ഞാൻ എഡിറ്റിങ്ങും കാര്യങ്ങളും ചെയ്തത്. അതിനുശേഷം കുറച്ച് ഫെസ്റ്റിവലിലേക്ക് അയച്ചിരുന്നു. പുറത്തുള്ള ഫെസ്റ്റിവലുകളിലും കാര്യങ്ങളിലൊക്കെയാണ് കൂടുതൽ പോയേക്കുന്നത്. അവിടെ നല്ല അപ്രീസിയേഷനും കാര്യങ്ങളും കിട്ടിയിരുന്നു. നിങ്ങൾ ചിന്തിക്കേണ്ട ഇതൊരു അവാർഡ് ഫിലിമാണെന്നുള്ള ചിന്ത വേണ്ട. ഇത് അവാർഡ് ഫിലിമല്ല, പക്ഷേ പക്ക കൊമേഴ്ഷ്യലും അല്ല. ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സിനിമയാണ്. പോളണ്ടിലെ ഒരു ഫെസ്റ്റിവലിലേക്ക് അവർ എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയപ്പം സിനിമയുടെ വേറൊരു മുഖമാണ് ഞാൻ കാണുന്നത്. ആക്ച്വലി വന്നിട്ട് അവിടുത്തെ കുട്ടികൾക്ക് അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാർക്ക്, ഭൂരിപക്ഷം ആൾക്കാർക്കും 98%, 99% എന്ന് പറയും, പോളിഷ് അല്ലാതെ മറ്റൊരു ഭാഷ അറിയില്ല. അവിടുത്തെ ഫെസ്റ്റിവലിലേക്ക് എന്താ പറയുക, എൻ്റെ സിനിമ സെലക്ട് ചെയ്തു. ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലാണ്. പല രാജ്യങ്ങളിൽ നിന്നായിട്ട് 350ഓളം സിനിമകൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ 11 സിനിമകളാണ് അവർ സെലക്ട് ചെയ്തത്. അതിൽ ഇന്ത്യയിൽ നിന്നുള്ള സിനിമയായിട്ട് ഞാൻ ചെയ്തത് തവളയുടെ എന്നുള്ള സിനിമയാണ് സെലക്ട് ചെയ്തത്. ഇത് കുട്ടികളുടെ ഫിലിം ഫെസ്റ്റിവലാണ്. 6 വയസ്സ് തൊട്ട്
ഒരു 15 വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഇതിൻ്റെ പ്രേക്ഷകർ വന്നിട്ട്. അവരൊക്കെ സിനിമയെ എന്ത് പാഷനായിട്ടാണ് കാണുന്നതെന്നുള്ള കാര്യം ഞാൻ അവിടെ കണ്ട് അത്ഭുതപ്പെടുകയാണ് ചെയ്തത്. ഇതിൻ്റെ ട്രാൻസ്ലേറ്റർ ഉണ്ടായിരുന്നു. അപ്പം അവർ പോളിഷിൽ സംസാരിക്കും, ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കും. ഇതിന് അവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് പിള്ളേർക്ക് കൊടുക്കും. ഓരോ ചോദ്യങ്ങളും എന്നെ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുകയാണ് ചെയ്തത്. ആ ചെറിയ പിള്ളേർ വരെ ചോദിക്കുന്ന ചോദ്യങ്ങളും കാര്യങ്ങളും എന്നെ അത്ഭുതപ്പെടുത്തുക. പിന്നെ അവർ അവിടുന്ന് പറഞ്ഞൊരു കാര്യമാണ്, അവഞ്ചേഴ്സും കാണും, അതേപോലെ കഥാമൂല്യമുള്ള സിനിമകളും കാണും ഒരേ സമയത്ത്. നമ്മുടെ കേരളത്തിലോ അല്ലെ ഇന്ത്യയിലോ കുട്ടികളിൽ അങ്ങനെ ഒരു കൾച്ചർ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ബാക്കിയുള്ളവരും കുട്ടികളുടെ സിനിമകളും കാര്യങ്ങളും എടുക്കണം, എന്നാൽ മാത്രമേ അങ്ങനെ ഒരു കൾച്ചർ വരത്തുള്ളൂ. ലൈഫിൽ പല സ്ട്രഗിൾസും നമ്മുടെ മുമ്പിൽ വരാം, അല്ലെ പല ഹാർഡ്സും നമ്മുടെ മുമ്പിൽ വരാം. നമ്മൾ പെട്ടെന്നൊരു ചിന്തയിൽ പല ആൾക്കാരും ഇങ്ങനത്തെ ഒരു സ്ട്രഗിൾ വരുമ്പം ഈവൻ ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ മനസ്സുകൊണ്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെയൊക്കെ ഫേസ് ചെയ്ത് ഇതിനെയൊക്കെ ബീറ്റ് ചെയ്ത് മറികടക്കാൻ പറ്റും. അത് ഒരു എക്സാമ്പിൾ എൻ്റെ ലൈഫ് തന്നെയാണ്. ഒരു 10 വർഷം പുറകോട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷം എനിക്ക് 11 ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അതിനെ ഞാൻ ഓവർകം ചെയ്ത് ഓരോന്ന് വന്നു. പിന്നെ കുറച്ച് കാലത്തേക്ക് ആക്സിഡൻറ്റും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ കഴിഞ്ഞ ഒരു 3 വർഷത്തിനിടയ്ക്ക് 2 ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് ട്യൂമർ കണ്ടെത്തി. അതും കഴിഞ്ഞ് ട്യൂമർ ക്യാൻസറാന്ന് അറിഞ്ഞു. ഇതൊക്കെ എനിക്ക് ജീവിതത്തോട് വേണമെങ്കിൽ വിരക്തി തോന്നാനുള്ള ഓരോരോ കാരണങ്ങളാണ്. നമ്മൾ ഇതിനെയൊന്നും ഫെയിലറായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇനി ഒന്നുമില്ല, മുന്നോട്ട് നമ്മുടെ വഴികൾ അടഞ്ഞു എന്നുള്ള ഒരു തോന്നൽ വേണ്ട. നമ്മളല്ലെങ്കിൽ ഈ ഒരു അസുഖം വന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കരഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കൊന്നിനും പറ്റത്തില്ല. മാരകമാണെന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ അതിനെക്കാട്ടിയും വേദനകൾ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അതെല്ലാം ഞാൻ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനെയൊക്കെ ഒരു ചിരിയോടുകൂടി നേരിടുക. അങ്ങനെയെങ്കിൽ നമ്മുടെ ലൈഫ് സക്സസ്ഫുൾ ആയിരിക്കും. MyFin TV. Download the app now.